അസ്സലാമു അലൈക്കും. കുട്ടികളെയൊക്കെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷമായിട്ട് ഞാൻ വീഡിയോസ് എടുക്കാൻ നിന്നിട്ടുള്ളത്. അപ്പോൾ അതാ അവർ പോയതിനു ശേഷമുള്ള അടുക്കളയുടെ കോലാണിത്. ആകെ പരന്ന് കിടക്കട്ടെ. രണ്ട് അടുക്കളയിൽ നിറയെ ഓരോ സംഭവങ്ങൾ ഇരിക്കുന്നുണ്ട് പരന്നിട്ട്. അപ്പോൾ അവർ പോകുമ്പോഴും ഇതേപോലെ ക്ലീനാക്കാൻ വേണ്ടിയിട്ട് നിൽക്കില്ല കേട്ടോ. അവർക്കുള്ളത് വേഗം ഇങ്ങനെ ഓരോന്ന് റെഡിയാക്കി എടുക്കലാണ്. അവർ പോയതിന് ശേഷമായിട്ടോ ഞാൻ ഫുള്ളായിട്ട് ക്ലീനാക്കി എടുക്കൽ. അങ്ങനെ ക്ലീനാക്കി എടുക്കുന്നതിൻ്റെ ഇടയിൽ ഇതാ കുറച്ചും കൂടെ ചോറ് ഊറ്റിയെടുക്കാനുണ്ടായിരുന്നു. അതും കൂടെ ഊറ്റിയെടുക്കുക കേട്ടോ. ഫുള്ളായിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ടായിരുന്നില്ല. വണ്ടി വന്നപ്പോൾ വേഗം വെച്ചുകൊണ്ട് അവർ വണ്ടിയിൽ കയറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. 8 മണിയാകുമ്പോഴേക്ക് അവർക്കുള്ളത് കംപ്ലീറ്റ് കഴിയണം കേട്ടോ. 8:10 ആകുമ്പോഴേക്ക് വണ്ടി വരും. പിന്നെ അവർ പോയതിന് ശേഷം ഞാൻ ഇതുപോലെയുള്ള പണികളിലൊക്കെ നിൽക്കൽ. അവർക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന പാത്രങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടാവും. അത് കഴുകാൻ നിൽക്കുമ്പോഴേക്ക് തോന്നും എനിക്ക് മറ്റും കൂടെ ചെയ്ത് കൊടുത്താൽ കുട്ടികൾക്ക് നേരം വൈകിക്കട്ടല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ അവർക്കുള്ളത് ഇങ്ങനെ വേഗം വേഗം ചെയ്ത് കൊടുക്കും കേട്ടോ. അങ്ങനെ അവർ പോയതിന് ശേഷം കേട്ടോ റേക്കൊക്കെ ക്ലീനാക്കി എടുക്കലും അവർക്ക് കൊടുത്ത ഫുഡിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ക്ലീനാക്കി എടുക്കാനുണ്ട് കേട്ടോ. ഫുഡിൻ്റെ ബാലൻസ് ഉണ്ട്, അതൊക്കെ റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അവർക്ക് ഇന്ന് പഴം പുഴുങ്ങിയതും മുട്ട പുഴുങ്ങിയതും കൂടെ ആയിരുന്നു കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് അപ്പോൾ ഒന്നും വേണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അപ്പോൾ ഞാനിന്ന് കടി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. പഴം മുട്ടയും കൂടെ പുഴുങ്ങിയിട്ട് അത് വെച്ച് കൊടുത്തു. അപ്പോൾ അങ്ങനെ ഓരോ പീസ് എടുത്ത് കഴിച്ചിട്ടാണ് ഇന്ന് പോയിട്ടുള്ളത്. പിന്നെ അമൃതം പൊടി വെച്ചിട്ടുള്ള ഉണ്ടയായിരുന്നു കേട്ടത്. ഉണ്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഇന്നലെ രാത്രി ഉണ്ടാക്കിയതായിരുന്നു. അത് ഉണ്ടാക്കിയപ്പോൾ ഒരാളെ ലഞ്ച് ബോക്സിലാണ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്, ഉറുമ്പ് കയറണ്ടെന്ന് കരുതിയിട്ട്. അപ്പോൾ അത് മാറ്റിയിട്ടതാണ്. അത് മാറ്റിയപ്പോൾ ഞാനൊരു ഡവറിലേക്ക് വേഗം കൊട്ടിയിട്ട് അവർക്ക് ചോറാക്കി കൊടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊരു കുപ്പിയിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോന്നും ക്ലീനാക്കി എടുക്കാനുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് ചായക്കൊന്നും കടി ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഞാൻ അവർക്ക് അപ്പോൾ ഒന്നും വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ കടി ഉണ്ടാക്കാൻ നിന്നിട്ടില്ല. പിന്നെ അവർ പോയിട്ട് സമാധാനമായിക്ക് ഉണ്ടാക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഞാനിന്ന് പുട്ടുണ്ടാക്കാമെന്ന് കരുതിയിട്ട് ചോറൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചോറ് അരച്ചിട്ട് പുട്ടുണ്ടാക്കാമെന്ന് കരുതിയിട്ട്. അപ്പോൾ പുട്ടും വേണ്ട ദോശയും വേണ്ട ഒന്നും വേണ്ട പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അതിമക്ക് തിരിഞ്ഞ് നോക്കിയതിന് ചെയ്തില്ല. അതങ്ങനെ അവിടെ വെച്ചു കേട്ടോ. അങ്ങനെ റാക്കുകളൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം പാത്രങ്ങൾ ഒരുപാട് കഴുകാണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. ചെറിയ രണ്ടാളെയും കൂടെ സ്കൂളിലാക്കിയപ്പോൾ രാവിലെ ഒട്ടും ടൈമില്ലാത്തതുപോലെ ഒരു തോന്നൽ കേട്ടോ. അവരെ എണീപ്പിക്കണേ കുറച്ച് പണിയാണ് കേട്ടോ. നമ്മൾ വിളിച്ചാലൊന്നും പെട്ടെന്നൊന്നും എണീക്കൂല. അങ്ങനെ ചുരുണ്ടും മടങ്ങി വീണ്ടും ഇങ്ങനെ കിടക്കും കേട്ടോ. രാവിലെ ഒരുപാട് നേരം വൈകി എണീക്കുന്ന കുട്ടികളല്ലേ. അത് കാരണമാണ് രാവിലെ ഒരു 7 മണിയാകുമ്പോഴേക്കും എണീപ്പിക്കുന്നത് ഭയങ്കര പ്രയാസം. അവർ എണീറ്റ് കഴിഞ്ഞാലല്ലേ അവർക്ക് എന്തെങ്കിലും കഴിച്ചാൽ എന്താണ് ബാത്റൂമിൽ പോകാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നടക്കുള്ളൂ എന്ന് കരുതിയിട്ട് കുറച്ചൊരു അരമണിക്കൂറേലും നേരത്തെ എണീപ്പിക്കണമല്ലോ. അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ എണീപ്പിക്കാൻ നോക്കട്ടെ. പക്ഷേ എണീക്കൂല കേട്ടോ. 7 മണിക്ക് വിളിക്കൽ തുടച്ചാൽ 7:15 7:30 ആവാനാവും ഉണരാൻ വേണ്ടിയിട്ട്. എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ വേഗം കുളിപ്പിക്കലും ഡ്രസ്സ് മാറ്റലും കഴിയും കേട്ടോ. ഡ്രസ്സ് മാറ്റി കഴിഞ്ഞിട്ടാണ് പിന്നെ ചായ കുടിക്കാനും ഇങ്ങനെ എന്തെങ്കിലും കഴിച്ചാലാണല്ലോ പിന്നെ ബാത്റൂമിൽ പോകാണ്ടെങ്കിൽ വരുള്ളൂ. അത് കാരണം ഭയങ്കര പ്രയാസമായിട്ടോ. ചിലപ്പോൾ ഒന്നും കഴിക്കൂല. ഒരു ലേശം വെള്ളയും കുടിച്ചാലേ എന്തെങ്കിലും വരുള്ളൂ. അങ്ങനെയൊക്കെ ഓരോ ഇടങ്ങളിലാണ്. ചിലപ്പം ബിസ്ക്കറ്റും ചായയും മാത്രം കഴിച്ചിട്ടൊക്കെയാണ് സ്കൂളിൽ പോവുക. അവരൊന്നും കഴിക്കാണ്ട് പോകുമ്പോൾ നമുക്കും ഭയങ്കര ഇടങ്ങാറായിട്ടോ. പിന്നെ നമുക്ക് ചായ കുടിക്കാനൊന്നും തോന്നില്ല. പിന്നെ കണ്ണെഴുതി കൊടുക്കുകയാണെങ്കിലും ചിലപ്പോൾ രണ്ടാൾക്കും ഒരുമിച്ച് ഫസ്റ്റ് വേണമെന്ന് ഇറങ്ങാണ്ടിരിക്കും കേട്ടോ. അങ്ങനെ ആദ്യമെങ്കിലും ഒരാൾക്ക് ആദ്യം എഴുതി കൊടുത്താൽ മറ്റാൾ വാശി പിടിച്ചിട്ട് തെറ്റിപ്പോയിട്ടുണ്ടാവും. ഇപ്പം ഇന്ന് കണ്ണെഴുതണ്ട. പിന്നെ മുടി വാരാനും കൂടെ അയക്കൂല കേട്ടോ. അങ്ങനത്തെ ഓരോ സ്വഭാവങ്ങളിലാണ് മക്കൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാലുള്ളത്. ചിലപ്പോൾ ഈ ഓർക്കപ്പിരാന്തിൻ്റെ അതുകൊണ്ടാവും ഇടയ്ക്ക് വാശിയുള്ളത്. സ്കൂളിൽ പോകണില്ല എന്നൊക്കെ പറഞ്ഞാണ്ടിരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. സോപ്പിട്ട് ഓരോന്നും കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരുപാട് ടൈം കൊടുക്കും കേട്ടോ. ഇവരെ മാറ്റിക്കണതിൻ്റെ ഇടയിലാണ് കേട്ടോ ചോറ് വേവണ ടൈമും. ചോറ് വന്നിട്ട് ഊറ്റിയിട്ട് വേണം മൂത്തവർക്ക് 2 പേർക്കും ലഞ്ച് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയവർക്ക് 2 ആൾക്കും സ്കൂളിൽ തന്നെ ഉണ്ട് കേട്ടോ ചോറ്. അപ്പോൾ മൂത്തവർക്ക് 2 ആൾക്കും വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം. അപ്പോൾ അത് ഊറ്റിയിട്ട് അതാക്കി കൊടുക്കണ ടൈമും ഇവർ ഇങ്ങനെ വാശി പിടിക്കുന്ന ടൈമും കൂടെ ഒരുമിച്ചാണ് വരിക. അപ്പോൾ കുറച്ച് റിസ്ക്കാണ് കേട്ടോ. പിന്നെ അതാ ഒന്ന് ചോറിന് കൂട്ടാൻ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. സോയാബീനായിരുന്നു. അതിൻ്റെ ബാലൻസ് കുറച്ചും കൂടെ ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ അത് അവർ കഴിക്കണമെങ്കിൽ അവർ സ്കൂളിൽ വന്നിട്ട് തന്നെ കേട്ടോ കഴിക്കുള്ളൂ. അതല്ലാണ്ട് വേറെ ആരും കഴിക്കാനൊന്നും നിൽക്കലില്ല. മക്കൾക്ക് പിന്നെ മീനിനെക്കാട്ടിലൊക്കെ ഇഷ്ടം ഇതുപോലത്തെ ഓരോ കൂട്ടാനാണ്. അപ്പോൾ പിന്നെ സോയാബീനൊക്കെ ബാലൻസ് വന്നാൽ അവർക്ക് വേണ്ടിയിട്ട് തന്നെ എടുത്ത് വെക്കും കേട്ടോ. എന്നാൽ പിന്നെ വൈകിട്ട് വന്നിട്ട് ചോറ് വയ്ക്കണമെങ്കിൽ അതിലങ്ങനെ കൂട്ടിക്ക് വയ്ച്ചോളല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ മാറ്റി വെക്കും. അല്ലാണ്ട് അത് വലിയവർ കഴിക്കാനും വേണ്ടിയിട്ട് നിൽക്കില്ല. പിന്നെ അതാ ചോറ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്ക് പുട്ടും ദോശയൊന്നും വേണ്ടാന്ന് പറഞ്ഞപ്പോൾ പിന്നെ അത് അങ്ങനെ വെച്ചതായിരുന്നു. ഞാൻ ഇതാ പൊടിയൊക്കെ എടുത്തിട്ട് കുതിർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മാക്ക് മാത്രം വേണ്ടിയിട്ട് ഉണ്ടാക്കാനാണ്. അവൻ പൊടി എടുത്തപ്പോൾ കുറച്ച് കൂടിപ്പോയി. ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് ഉണ്ടാക്കി എടുക്കട്ടെ. കുട്ടികൾ സ്കൂളിട്ട് വന്നാൽ മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ പുട്ട് കഴിക്കും കേട്ടോ. ബാലൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ അവർക്ക് എടുത്ത് വെക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഫുള്ളായിട്ട് ഉണ്ടാക്കി എടുക്കുകയാണ്.
പിന്നെ ഇന്ന് ഇപ്പൊന്നുമില്ല കേട്ടോ. അപ്പാക്ക് ക്ഷീണം കാരണം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ അവർക്ക് രണ്ടാൾക്കും കടിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അമ്മക്ക് മാത്രം ഉണ്ടാക്കുകയാണ്. എനിക്ക് പിന്നെ പുട്ട് ഇഷ്ടമില്ല കേട്ടോ. പുട്ട് കഴിച്ചാൽ ഇഷ്ടമില്ലാഞ്ഞിട്ടില്ല, കഴിച്ചാൽ ഗ്യാസ് കയറും. ആ കാരണം ഞാൻ പുട്ട് കഴിക്കാറില്ല, എപ്പോഴെങ്കിലൊക്കെ ഒന്ന് കഴിക്കുള്ളൂ. ഇന്നലെ രാത്രി ഉണ്ടാക്കിയ ചപ്പാത്തി ഉണ്ട് കേട്ടോ, 2-3 ഇരിക്കണേ. അപ്പോൾ അത് കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ട് എൻ്റെ അമ്മക്ക് മാത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടി എടുത്തതായിരുന്നു. അത് കുറച്ച് കൂടിപ്പോയി, കുഴപ്പമില്ല, ഫുള്ളായിട്ട് ഉണ്ടാക്കിയതന്നെയാണ്. ഇങ്ങനെ ചോറരച്ചിട്ട് പുട്ടുണ്ടാക്കിയെടുത്താൽ നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ പുട്ട്. അല്ലെങ്കിൽ പുട്ടുപൊടിയിട്ടൊക്കെ ഉണ്ടാക്കില്ലേ, അങ്ങനെ പുട്ടുപൊടി ഇല്ലാത്ത ടൈമിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ പുട്ടും കുറ്റിക്ക് ഞങ്ങൾ അരഞ്ഞാണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടില്ലേ, ഒരു അരബെൽറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, എന്നാലേ ശരിക്കും പോലെ ആവിയുടെ കയറി വരുള്ളൂ. അങ്ങനെ പുട്ടൊക്കെ ചുടാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ചായ കുടിക്കാൻ വേണ്ടി നിന്നതാണ്. അപ്പോൾ കുറച്ച് മുട്ട റോസ്റ്റിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടിയിട്ട് ഞാൻ ചപ്പാത്തി കഴിക്കാൻ കേട്ടോ. ചായക്ക് പകരം വെള്ളമാണ് എടുത്തിട്ടുള്ളത്. രാവിലെ ഒരു ഗ്ലാസ് കാലി ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും ചായ കുടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് വെള്ളം കൂട്ടിയിട്ടാണ് ചപ്പാത്തി കഴിക്കണത്. പിന്നെ എന്താ, അടുക്കളയിൽ ഒരു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ റൂമുകളൊക്കെ ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ പരന്ന് കിടക്കുകയാണല്ലോ, എല്ലാം അവർ പോയതിന് ശേഷമാണ് ക്ലീൻ ആക്കി എടുക്കൽ. അവർ പോകുന്ന ടൈമിൽ പറയുന്ന ഓരോന്നും എടുത്തിട്ട് കട്ടിൽ നിൽക്ക് ഇങ്ങനെ കൊട്ടിയിട്ട് കേട്ടോ, കവറുകളൊക്കെ പൊട്ടി വെച്ചിട്ട് ഇങ്ങനെ. അപ്പോൾ അതൊക്കെ ഞാനൊരു കവറിലേക്ക് വാരി വെച്ചിട്ട് അൽമറയിൽ തന്നെ വെച്ച് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് വേണം ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ഊരിയിട്ട് ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് 2-3 ദിവസമായി കേട്ടോ. വെള്ള ബെഡ്ഷീറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചളിയാലൊക്കെ അറിയാമല്ലോ. വെള്ള ബെഡ്ഷീറ്റ് ഇട്ട് കൊടുക്കുന്ന ദിവസം ഇതുപോലെ 2-3 ദിവസം കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മാറ്റി കൊടുക്കും. അല്ലെങ്കിൽ നല്ലോണം കല കെട്ടിയാൽ പിന്നെ തിരുമ്പിയാലൊന്നും പോകാണ്ടാവില്ല ചളി. ആ വെള്ളയുടെ കളർ തന്നെ മാറിപ്പോകും കേട്ടോ. അപ്പോൾ വെള്ള ആകുമ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ മാറ്റി കൊടുക്കും. മറ്റുള്ള കളറാകുമ്പോൾ ഒരാഴ്ച വരെയൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ പുതപ്പുകളൊക്കെ തിരുമ്പാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. അതോട് കൂടിയിട്ട് തന്നെ ബെഡ്ഷീറ്റ് മാറ്റി കൊടുക്കുന്നുണ്ട്, വേറെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മടിയാവട്ടെ ഇരിക്കാനായിട്ട്. ഇതോടൊപ്പം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കിടക്കും. പിന്നെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കിടക്കലും എണീക്കലും അവർ വന്നിട്ട് എണീപ്പിച്ച് വിരിച്ച് കൊടുക്കാനൊക്കെ കുറേ പണിയായിട്ടോ. നമ്മൾ വിരിക്കണ ടൈം വേണ്ട, ഓല് ബെഡിലെടുത്ത് കയറിയിരിക്കും. പിന്നെ എണീറ്റ് തരുന്നതിൻ്റെ എല്ലാം മാറ്റി കൊടുക്കാനായിട്ട്. അപ്പോൾ പിന്നെ ഒച്ചപ്പാടാവും ബഹളാവും. അപ്പോൾ ഇപ്പം തന്നെ ഇട്ട് കൊടുക്കുകയാണ്. എന്നാൽ പിന്നെ അതവിടെ കിടന്നോളല്ലോ. ഞാൻ ബെഡ്ഷീറ്റ് വിരിക്കുമ്പോൾ 4 സൈഡും ബെഡിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കുന്നത്. പിന്നെ ബെഡ്ഷീറ്റ് അങ്ങനെ ഇളകി പോകാണ്ട് അങ്ങനെ ഒരുപോലെ കിടന്നോളൂ കേട്ടോ. പിന്നെ ബ്ലാങ്കറ്റ് ഇതുപോലെ ബെഡിൻ്റെ അടിഭാഗത്തായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇട്ട് കൊടുക്കും. എന്നാൽ പിന്നെ ബെഡ്ഷീറ്റ് എടുക്കും ഇളകി പോകാണ്ട് വൃത്തിയായിട്ട് അങ്ങനെ കിടക്കും കേട്ടോ. ഇപ്പോൾ വർഷക്കാലം ആയതുകൊണ്ടാണ് കേട്ടോ ബ്ലാങ്കറ്റ് കിടക്കുന്നത്, അല്ലെങ്കിൽ ബ്ലാങ്കറ്റൊന്നും എടുക്കില്ല. അങ്ങനെ ഒരു റൂം ക്ലീനാക്കൽ കഴിഞ്ഞതിന് ശേഷം മറ്റേ റൂമിലേക്ക് പോയതാണ്. ഈ ഒരു റൂമിൽ ബെഡ്ഷീറ്റ് മാറ്റിയെടുക്കാനൊന്നുമില്ല കേട്ടോ, ഒന്ന് ക്ലീനാക്കി എടുക്കാനുള്ളൂ. പുതപ്പുകളൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ റെഡിയാക്കി വെക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. നമ്മൾ രാവിലെ തന്നെ ഇങ്ങനെ പുതപ്പും ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ട് ഒക്കെ മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആരെങ്കിലും കയറി വന്നാലും നമ്മൾ അടിച്ചു വാരിയിട്ടും തുടച്ചിട്ടൊന്നും ഇല്ലെങ്കിലും വീടൊരു ക്ലീനായിട്ട് കിടക്കണ മാതിരി തോന്നിക്കും കേട്ടോ. പിന്നെ അധികം കച്ചറകളൊന്നും ഉണ്ടാവാറില്ല അടിച്ചു വരാൻ. രാത്രിയിൽ കിടക്കുമ്പോൾ ഫുള്ളായിട്ട് ഒന്നിങ്ങനെ കച്ചറൊക്കെ വാരിയിട്ടാണ് അടിച്ചു വാരിയിട്ടാണ് പോകാറ്. പിന്നെ അധികം കച്ചറകളൊന്നും ഉണ്ടാവാറില്ല. രാവിലെ കുട്ടികളുണ്ടെങ്കിൽ കേട്ടോ അധികം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ അവരൊക്കെ സ്കൂളിൽ പോകുന്നതുകൊണ്ട് അധികം കച്ചറയൊന്നും ഉണ്ടാവാറില്ല. പിന്നെ ടേബിൾ മേൽ കുറച്ച് ഡ്രസ്സ് മടക്കി വെക്കാണ്ടായിരുന്നു. ഞാൻ രാത്രി അവരുടെ ഡ്രസ്സ് കുറച്ച് മുകളിൽ നിന്ന് ഉണങ്ങിയതെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൊട്ടയിലേക്കൊക്കെ മടക്കി വെച്ചിട്ട് ടേബിൾ ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ്. രാത്രിയിൽ തന്നെ മടക്കി വെക്കാനുണ്ടായിരുന്നതോളൂ. ഞാനിങ്ങനെ രാവിലെ ഇപ്പോൾ ഒരു സ്കൂളിൽ പോയാൽ വേറെ പണിയൊന്നും ഇല്ലല്ലോ, അപ്പോൾ മടക്കി വെക്കാമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ വെച്ചതാട്ടോ. പിന്നെ തിരുമ്പാളതായിട്ടൊക്കെ പാടെ മുകളിലേക്ക് കയറി പോവുകയാണ്. ഇനിയിപ്പോൾ മുകളിൽ പോയാലും എനിക്ക് ഒരുപാട് തിരുമ്പാളുണ്ട് കേട്ടോ. അവിടെ ഒരുപാട് പണികളുണ്ട്. താഴത്തിറങ്ങിയ താഴത്ത് പണി, മുകളിൽ കയറിയ മുകളിൽ പണി, ആത്മത്തെ പണിയായിട്ടാണ്. നമ്മൾ പെണ്ണുങ്ങളെ അവസ്ഥ തന്നെയല്ലേ, എവിടെ പോയാലും അവിടെ പണി ഉണ്ടാവും. മുകളിലത്തെ അവസ്ഥ പറയാണ്ടിരിക്കുക കേട്ടോ നല്ലത്. രാവിലെ സ്കൂളിൽ പോകുന്ന ടൈമിൽ ഡ്രസ്സ് മാറ്റിയിട്ട് ഊരി വെച്ച ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ തിരുമ്പാൻ എടുക്കുന്നുണ്ട്. പിന്നെ 2 ദിവസം കല്യാണം ഉണ്ടായിട്ട് തിരുമ്പാതെ അങ്ങനെ അയലുമ്മൽ ഇങ്ങനെ പരത്തി വെച്ച് കേട്ടോ ഡ്രസ്സുകൾ ഒന്ന് കാറ്റുകൊള്ളാൻ വേണ്ടിയിട്ട് ഇട്ടതായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കല്ലുമ്മൽ അലക്കിയെടുക്കാനുണ്ട്. അപ്പോൾ നല്ല മഴയായിരുന്നല്ലോ 2 ദിവസമായിട്ട്. അപ്പോൾ മഴ കാരണം തിരുമ്പാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. അതിലൊക്കെ ഫുള്ള് ഡ്രസ്സായിരുന്നു. ഉണങ്ങാണ്ട് അങ്ങനെ കിടക്കുമ്പോൾ ഇനിയിപ്പോൾ അതും കൂടെ നനക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ വെച്ചതായിരുന്നു. ഇന്നൊരു ചെറിയ വെയിലൊക്കെ കാണാൻ കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ടൊന്ന് അലക്കിയെടുക്കണം. പുതിയ ഡ്രസ്സൊക്കെ കല്ലുമ്മലാണ് അലക്കിയെടുക്കൽ. വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുക്കാറില്ല. കല്ലും മുത്തൊക്കെ ഉള്ളതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ നാശമാവും. അപ്പോൾ കല്ലുമ്മലാണ് അലക്കിയെടുക്കൽ. അങ്ങനെ തിരുമ്പാൻ കൊണ്ടുവന്നതിന് വെള്ളം വേറെയും
മറ്റുള്ള കളറുകളൊക്കെ വേറെ ആക്കിയിട്ട് മാറ്റിയെടുക്കുകയാണ്. വെള്ളകളൊക്കെ ഒരുമിച്ച് തിരുമ്പാന്ന് കരുതിയിട്ട് അങ്ങനെ മാറ്റി വെക്കുകയാണ് കേട്ടോ. ബാക്കിയുള്ള കളർ ഡ്രസ്സൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുക്കുകയാണ്. വീട്ടിൽ ജനസംഖ്യ കുറവാണെങ്കിലും തിരുമ്പാൻ ഒരു സംഖ്യ ഉണ്ടാവും കേട്ടോ. അതെങ്ങനെയാണ് പരക്കണമെന്നൊരു ഐഡിയ ഇല്ല. സ്കൂളിൽ പോകുന്നത് യൂണിഫോമുകൾ വേറെ ഉണ്ടാവും, വീട്ടിലിടുന്ന ഡ്രസ്സുകൾ വേറെ ഉണ്ടാവും. അങ്ങനെ 4 മക്കളതും ഈ 2 കൂട്ട് ഡ്രസ്സ് ഉണ്ടാവും. പിന്നെ ചെറിയൊരു 2 ഇടയ്ക്കിടയ്ക്ക് ഡ്രസ്സ് മാറ്റിയിടും. ഓരോന്ന് ഇങ്ങനെ കഴിക്കുമ്പോഴൊക്കെ ഡ്രസ്സ് പോയിട്ടേ പെട്ടെന്ന് മാറ്റിയിടും കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു 2-3 കൂട്ടുകൾ അവർ തന്നെ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ഡ്രസ്സ് ഉണ്ടാവും കേട്ടോ തിരുമ്പാനായിട്ട്. തിരുമ്പോയി ഉണക്കാനൊന്നും വലിയ ബുദ്ധിമുട്ട് തോന്നില്ല. പക്ഷേ ഇത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് മടക്കി എടുക്കാനാണ് പ്രയാസം. ഓരോന്ന് ഇങ്ങനെ ഐറ്റം തിരിച്ചിട്ട് മടക്കി ഉണ്ടാക്കുമ്പോഴേക്ക് നമുക്ക് ദേഷ്യം വരും കേട്ടോ. കുറേ ഉണ്ടാകുമ്പോൾ ഒരു 2-3 ആണെങ്കിൽ നമുക്ക് സുഖമാണ്, പെട്ടെന്ന് തന്നെ അങ്ങനെ മടക്കി പോവാം. പക്ഷെ കുറേ ഇങ്ങനെ വർഷക്കാലമാകുമ്പോൾ ഒരുപോലെ അങ്ങോട്ട് ഉണങ്ങി കിട്ടൂലല്ലോ. അപ്പോൾ കുറേ ദിവസം പിടിച്ചിട്ടാവും ഉണക്കി എടുക്കേണ്ടാവുക, 2-3 ദിവസമൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഒരുപാട് ഡ്രസ്സായിട്ടുണ്ടാവും. എല്ലാതും കൂടെ മടക്കി കഴിയുമ്പോഴേക്കും മനുഷ്യന്മാരൊരു വൈക്കാവും കേട്ടോ. അങ്ങനെ മുകളിലുള്ളതൊക്കെ തിരുമ്പാനിട്ടിട്ട് ഞാൻ താഴത്തേക്ക് പുതിയ ഡ്രസ്സുകളൊക്കെ പാടെ തിരുമ്പാൻ വന്നാൽ കേട്ടോ. ഇനിയിപ്പോൾ അത് കല്ലുമ്മൽ തിരുമ്പി എടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം കൊട്ടത്തളം കല്ലൊക്കെ കഴുകിയെടുത്തിട്ട് വേണം. മഴ പെയ്തിട്ട് നല്ലോണം ചളി തെറിച്ചിക്കണ്. അപ്പോൾ ആദ്യം അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്, എന്നിട്ട് വേണം കേട്ടോ തിരുമ്പാനായിട്ട്. മഴ ഇങ്ങനെ നിൽക്കാണ്ട് പെയ്യണതുകൊണ്ട് നല്ലോണം ചളിയുണ്ട് കേട്ടോ. ഞാനിത് എന്നൊന്നും കഴുകാറില്ല, കഴുകിയിട്ട് കാര്യമില്ല. നമ്മൾ കഴുകിയിട്ട് കൈ എടുക്കുമ്പോഴേക്ക് വീണ്ടും ചളി തെറിച്ചിട്ടുണ്ടാവും. അപ്പം ഞാൻ തിരുമ്പാൻ വരുന്ന ടൈമിലൊക്കെ ഇത് കഴുകിയെടുക്കാറുള്ളൂ. നല്ലോണം ചളി പിടിക്കുമ്പോൾ എന്നിട്ട് കഴുകിയെടുക്കും, അങ്ങനെയൊക്കെ കേട്ടോ. ബാത്റൂം കഴുകി പോകും, പക്ഷേ കൊടത്താളം കഴുകാൻ നിൽക്കില്ല. അത് കഴുകിയിട്ട് കാര്യമില്ല, താറാവുകളും കോഴിക്കളും ആകെ പരത്തും ചെയ്യും. പിന്നെ ഈ കട്ടമെന്ന് അങ്ങനെ ചളി തെറിക്കുകയും ചെയ്യും. പിന്നെ നമ്മൾക്ക് നേരം കിട്ടുന്നതിനനുസരിച്ചിട്ട് എല്ലാ പണികളും ഇങ്ങനെ ചെയ്തു പോവുകയാണ് ചെയ്യാറ്. ഒക്കെ ഒരു ദിവസം ചെയ്യാനുള്ള ടൈമും കിട്ടില്ല. ഞാൻ തീരെ വയ്യാണ്ടാവുമ്പോഴും മക്കളോടൊക്കെ എന്തെങ്കിലുമൊക്കെ പണികൾ പറയാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്തെടുക്കും കേട്ടോ. അവർക്കിപ്പോൾ സ്കൂൾ തുറന്നതിന് ശേഷം തീരെയും ടൈം കിട്ടൂലല്ലോ. പിന്നെ ഒരു ഞായറാഴ്ചക്കുള്ള ഒഴിവുണ്ടാവുക, സെക്കൻഡ് സാറ്റർഡേക്ക് ഒഴിവുണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ അടുക്കള ഭാഗത്തേക്ക് എങ്ങനെയായാലും വൃത്തിയാക്കാനായിട്ട് കഴിയില്ല. മുറ്റടിക്കുകയാണെങ്കിൽ കൂടിയിട്ട് അടുക്കള ഭാഗത്തുള്ള മുറ്റടിക്കൂല കേട്ടോ. കോഴികളും പൂച്ചകളും ഉണ്ടാകുമ്പോൾ അവൾക്ക് പേടിയാണ്. പിന്നെ കോഴിയുടെ അപ്പയൊക്കെ ഭയങ്കര അറപ്പാണ്. അത് കാരണം ഈ സൈഡ് എങ്ങനെയായാലും മുറ്റടിക്കൂല. ബാക്കിയുള്ളവരൊക്കെ മുറ്റടിച്ച് വരി തരും, ഈ സൈഡിൽ വരില്ല കേട്ടോ. അതെങ്ങനെയായാലും നമ്മൾ തന്നെ ക്ലീനാക്കി എടുക്കണം. പിന്നെ അവളോട് അങ്ങനെ പ്രത്യേകിച്ച് പണികളൊന്നും പറയാറില്ല കേട്ടോ. മുറ്റടിച്ച് തരാൻ വേണ്ടി മാത്രമേ പറയാറുള്ളൂ. അതന്നെ സ്കൂളില്ലാത്ത ദിവസങ്ങളിലേ പറയുള്ളൂ കേട്ടോ. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ഞാൻ തന്നെ അടിക്കും. പിന്നെ സ്കൂളില്ലാത്ത ദിവസങ്ങൾ അകത്ത് അടിച്ചു വാരി തരും. തുടച്ച് തരാമെന്ന് പറയും, പക്ഷെ ഞാൻ സമ്മതിക്കില്ല. അവൾ തുടക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ കുട്ടികൾ മണ്ടിയിട്ടുണ്ടെങ്കിൽ വീണിട്ട് ആകെ പണിയാവും. അവൾക്ക് കുറേ ടൈം വേണം തുടക്കാനായിട്ട്. അക്കത്തിനിങ്ങനെ തുടച്ച് വരുമ്പോഴേക്ക് മക്കളൊരു സൈഡ് ആകെ മണ്ടിയിട്ട് ആകെ പരത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ തന്നെ തുടച്ചുകൊണ്ട് പറയട്ടെ, ഞാൻ തന്നെ തുടക്കലാണ്. പിന്നെ അവർക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇടങ്ങറും നമ്മൾ തന്നെ കാണണ്ടല്ലേ. അപ്പോൾ അതിക്കും നല്ല നമ്മൾ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും സഹിച്ചിട്ട് പണികൾ ചെയ്യണതാണ്. മക്കൾക്ക് എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ. അവർക്കൊരു പനി വന്നാൽ പോലും എനിക്ക് സങ്കടം കേട്ടോ. രാത്രി ആയാലൊക്കെ ഉറക്കം കിട്ടൂല. എനിക്ക് ഭയങ്കര പേടിയാണ്, എന്തെങ്കിലും ആവുകയാണാവോ വെച്ചിട്ടുള്ള ഭയങ്കര പേടിയാട്ടോ പനിക്ക് വന്നാൽ. അത്രയ്ക്ക് ധൈര്യമുള്ളൂ എനിക്ക്. മക്കളുണ്ടാവുമ്പോൾ ഇങ്ങനെ ഒച്ചയിടും, പക്ഷെ അവർക്ക് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമാണ്. പിന്നെ ഞാൻ എന്താ പറയുക, ഇനി ചെല്ലാത്ത ദിക്കുറും ചെല്ലാത്തവളൊന്നും ഉണ്ടാവില്ല. ഒരു അസുഖമേഖം മാറി കിട്ടാൻ വേണ്ടിയിട്ട്. അവരില്ലാണ്ട് എന്ത് ജീവിതമല്ലേ. മക്കളല്ല നമ്മളെ സമ്പാദ്യം തന്നെ. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കണ തന്നെ. പിന്നെ അവർക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കാരണം ഞാൻ മോളെ കൊണ്ട് തുടപ്പിക്കാനൊന്നും പോകില്ല. അങ്ങനെയൊക്കെയാണ്. അഥവാ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ലല്ലോ എനിക്ക് എത്തിയിട്ട്. പിന്നെ നമ്മൾ ഈ നേരം വെളുത്ത വൈകുന്നേരം വരെ ഈ വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. വേറെ നമ്മൾ പുറത്തേക്ക് പോകണമെന്നില്ലല്ലോ. അയൽവാസികൾക്കും കൂടെ ഇപ്പോൾ ആരും പോകില്ല കേട്ടോ. അധികം വീട്ടിൽ നിന്ന് ആരും പുറത്തിറങ്ങാറുണ്ടാവില്ല. ഈ ഒരു വീടിൻ്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങി കൂടിയിരിക്കും എല്ലാവരും. എനിക്ക് പിന്നെ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഒരു 3 മണി വരെ എനിക്ക് വീട്ടിൽ പണിയുണ്ടാവും. അത് കഴിയുമ്പോഴേക്കും മക്കൾ വരാനാവും. അവർക്ക് വരുമ്പോഴേക്കും എന്തെങ്കിലും ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നിൽക്കും. പിന്നെ അവർ വന്നു കഴിഞ്ഞാൽ അവരെ നോക്കലും കഴിയുമ്പോഴേക്കും മരുഭാഗം കൊടുത്ത് പിന്നെ ഒരു ടൈം ഉണ്ടാവില്ല കേട്ടോ. വീടേ ശരണം മക്കളെ ശരണം എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. വേറൊരു പണിയില്ല കേട്ടോ. പുറത്തേക്ക് പോകണ അങ്ങനത്തെ ഒരു സ്വഭാവങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ എവിടേക്കെങ്കിലും പോകുന്നുണ്ടെങ്കിൽ തന്നെ വല്ല കല്യാണമോ സൽക്കാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോവുക, അല്ലെങ്കിൽ പിന്നെ നമ്മളെ വീട്ടിലൊന്ന് പോവും. അത്രേ ഉള്ളൂ, വേറെ എവിടെയും പോവില്ല.
അങ്ങനെ ഇതാ വെള്ള ഡ്രസ്സും മറ്റേ ഡ്രസ്സൊക്കെ തിരുമ്പി കൊടുന്ന് ഉണക്കുക കേട്ടോ. വാഷിംഗ് മെഷീനിൽ ഉണക്കി എടുത്തതിന് ശേഷമാണ് പിന്നെ അയലിൽ ഇടുന്നത്. അപ്പോൾ അയലുകളൊക്കെ നിറഞ്ഞിട്ട് ഞാൻ സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഉണക്കി കൊടുക്കുകയാണ് പല ഭാഗത്തും. ഒരുപാട് അയലുണ്ട് കേട്ടോ, അതൊക്കെ ഫുള്ളാണ്. ഇത് ഇങ്ങനെ നമ്മൾ തൊട്ട് നോക്കിയാലും ഉണങ്ങിയിട്ടുണ്ടാവും, പക്ഷേ അതിൻ്റെ കട്ടിയുള്ള അരഭാഗം ലാസ്റ്റിക്കുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടാവില്ല, അവിടെ ഒന്നും ഉണങ്ങിയിട്ടുണ്ടാവില്ല. അത് കാരണം അവിടെ തന്നെ ഇടും, അത് നല്ലോണം ഉണങ്ങിയിട്ട് എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട്. പിന്നെ ഞാനിതാ വാഷിംഗ് മെഷീനിൽ സർഫിൽ ഇട്ടിരുന്നു, അതിലേക്ക് കുറച്ചും കൂടെ സർഫും കൂടി ഇട്ടിട്ട് ഒന്ന് കറക്കി എടുക്കുകയാണ്, ഓണാക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇതിലൊരു കാപ്പി മുന്ത് പെട്ടിട്ടുണ്ട്, അതിൻ്റെ കളർ ഇളകുന്നുണ്ട്. ഞാനത് വാഷിംഗ് മെഷീനിൽ ഇടാറില്ലായിരുന്നു. മാക്സിക്ക് എടുത്തൊരു കോട്ടൻ്റെ മുണ്ടായിരുന്നു, പക്ഷേ ഇത് ഇന്ന് ഡ്രസ്സുകളൊക്കെ പടട്ടയിൽ പെട്ട് പോയിക്കണം. ഇനിയിപ്പോൾ അതിൽ കിടക്കട്ടെ, ഇനിയിപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്നില്ല. അതിലിങ്ങനെ വെള്ള ഡ്രസ്സൊന്നും ഇടാത്തതുകൊണ്ട് കളറ് മറ്റുള്ള നമുക്കൊന്ന് പിടിച്ചാലും വല്ലാണ്ട് അറിയില്ലല്ലോ. വെള്ള ഡ്രസ്സ് നമുക്ക് പിടിച്ചാലല്ലേ പെട്ടെന്ന് തന്നെ അറിയുള്ളൂ. അപ്പോൾ ഞാൻ അതിലേനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാതും വേർതിരിച്ച് ഉണക്കി എടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഒരു ഭാഗത്തും കളറൊക്കെ മറ്റൊരു ഭാഗത്തൊക്കെ ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഫുള്ള് തിരുമ്പലുമ്പോൾ തന്നെ കൂടിയതുകൊണ്ട് ടൈം ഒരുപാടായിക്കും കേട്ടോ. അപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിലേക്ക് ചോറ് കൊണ്ടുപോകാനുണ്ടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അത് വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല. ഇത് പിന്നെ 2-3 ദിവസം മുന്നത്തെ വീഡിയോസാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു തോന്നുന്നു, വീഡിയോ സൗണ്ട് കൊടുക്കാനൊക്കെ നേരം വൈകിട്ട് അങ്ങനെ പോയതാണ്. പിന്നെ അതാ ഫുഡ് ഉണ്ടാക്കൽ കഴിഞ്ഞപ്പോൾ തുടക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട്. അപ്പോൾ അടുക്കളയൊക്കെ എത്തിക്കണ്ടോ തുടക്കൽ, മറ്റുള്ളവർക്കൊന്നും തുടക്കണ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എടുക്കാൻ മറന്ന കേട്ടോ വീഡിയോസ്. പിന്നെ അത് എത്രക്ക് കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല, ഓർമ്മ വന്നപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റാവും ചെയ്തില്ല കേട്ടോ. അപ്പോൾ പിന്നെ അതാ അടുക്കളയൊക്കെ എത്തിയപ്പോൾ ചെറിയൊരു ഭാഗമെങ്കിലും കാണിക്കട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ കാണിച്ചതാണ്. ഒരു അലക്കലിൻ്റെ വീഡിയോ മാത്രമായി പോകുമല്ലോ എന്ന് കരുതിയിട്ട് കാണിച്ചതാണ് കേട്ടോ. വർഷക്കാലം ആയതുകൊണ്ട് തുടച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടൂല. അത് കാരണം ഞാൻ തുടക്കുന്നിടത്തോളം ഫാൻ ഇട്ട് പോകട്ടോ. റൂമുകളിലും ഹാളിലൊക്കെ ഫാൻ ഇട്ടുങ്ങാണ്ട് വരും, അടുക്കളയിലും ഫാൻ ഇട്ടോ. അടുക്കളയിൽ ഞാൻ ഫാൻ ഇട്ടിട്ട് ഉണക്കൽ തന്നെയാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്നും ഉണങ്ങി കിട്ടൂല. ഉണങ്ങണമെങ്കിൽ 10-15 മിനിറ്റ് കഴിയും കേട്ടോ ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. തുടക്കണ വെള്ളത്തിൽ കുട്ടികൾ മാത്രമാവില്ല കേട്ടോ വീഴാൻ, നമ്മളും വീഴും. ഞാനൊരുപാട് പ്രാവശ്യം വീഴാൻ പോയിട്ടുണ്ട്, നല്ല മിനുസാവും. വെള്ളം തട്ടിക്കഴിഞ്ഞാൽ നല്ലോണം വെഴുക്കി പോകും, അത് കാരണം പെട്ടെന്ന് തന്നെ വീഴാൻ പോകും. അത് കാരണം ഞാൻ തുടക്കുന്നിടത്തോളം ഫാൻ ഇട്ടുങ്ങാണ്ട് പോകും. ഇനിയിപ്പോൾ കറണ്ട് ബില്ല് കൂടിയാലും വേണ്ടിയില്ല, വീണിട്ടുള്ള ഇടങ്ങേറുണ്ടാക്കി തീർക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഫാൻ ഇട്ടുങ്ങാണ്ട് ഉണക്കിയെടുക്കാറാണ്. വീണ് കഴിഞ്ഞിട്ട് പിന്നെ മേപ്പോട്ട് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതിന് മുന്നേ തന്നെ ഫാനൊക്കെ ഇട്ടിട്ട് ഉണക്കിയെടുത്താൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അങ്ങനെ എന്താ തുടക്കലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചോറ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇന്ന് ഫുഡൊന്നും കാണിച്ചിട്ടുണ്ടല്ലോ വെച്ചിട്ടൊന്ന് കാണിക്കാം കേട്ടോ. ഒന്ന് കടൽ കാണാൻ പൊരിച്ചതും പല വക മീൻ ഉണ്ടായിരുന്നു, അത് കറിയും വെച്ചു. പിന്നെ പയറുപ്പേരിയും പപ്പടം പൊരിച്ചതും ഇതൊക്കെ ഇരുന്നിട്ട് ഇന്നത്തെ കൂട്ടാനോട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോക്ക് ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.